നിങ്ങൾക്കറിയാം ഇറാനെ എന്നാണ് പോയി ഇസ്രായേൽ അടിച്ചത്? 13 ഡേയ്സ് വാർ. പിന്നെ മിഡ് നൈറ്റിൽ അമേരിക്ക പോയി ബോംബ് ചെയ്തു അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. ചില ഇവിടുത്തെ പത്രങ്ങളിൽ ചിലരൊക്കെ കോട്ട് ചെയ്ത് ന്യൂക്ലിയറിന് പ്രശ്നമൊന്നും, പക്ഷെ ഉണ്ടായില്ല, പക്ഷെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇസ്രായേല് ഈ ഇത്രയും ലോങ് ആയിട്ട് ആ ഫൈറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി അക്ലെയിംഡാണ്. കാരണം ഇങ്ങനെ ഫൈറ്റ് ചെയ്യാവുന്ന ഒരു കാണിച്ചു കൊടുത്തു. 1500-2000 കിലോമീറ്റർ ദൂരം മാറി ഈ പറയുന്ന എയർക്രാഫ്റ്റും കൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ക്രോസ് ചെയ്ത് പോയി ഫൈറ്റ് ചെയ്തു. കാരണം നിങ്ങൾ നോക്കുക, അതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞൊരു കോട്ടുണ്ട് ആ വാർ സമയത്ത്. അതായത് ഈ അലി ഖമൈനിയെ തട്ടട്ടെ എന്ന് ഇസ്രായേൽ ചോദിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് വീറ്റോ ചെയ്ത് തട്ടരുത്, കൊല്ലരുത്. ഇതൊക്കെ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിരുന്നു. ഇത്രയും സീനിയർ കമാൻഡേഴ്സിനെയും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെയും കൊല്ലാമെങ്കിൽ ഈ ഖമൈനിയെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും. അത്രമാത്രം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇസ്രായേൽ അത് തയ്യാറെടുപ്പോടുകൂടി 13 ഡേ വാറിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഇന്ന് ഇസ്രായേലി പാർലമെന്റിൽ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞ ഏകദേശം 930ഓളം ഇസ്രായേലി സൈനികർ ഹമാസുമായിട്ട്, ഇറാനുമായിട്ടുള്ള ഹമാസുമായിട്ട് ആ ടെറൈനിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു.